ഹലോ കുട്ടികളെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകളുടെ പാർട്ട് 5 ആണ്. വീഡിയോയിലേക്ക് പോകാം. The difference of the two smaller angles of a right triangle is 20 degree. Calculate all the three angles. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ രണ്ട് ചെറിയ ആംഗിൾസിൻ്റെ ഡിഫറൻസ് 20 ഡിഗ്രി ആണെങ്കിൽ 3 ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ചോദ്യം. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്താൽ ഈ ആംഗിൾ A റൈറ്റ് ആണ്, അതായത് ആംഗിൾ A 90 ഡിഗ്രിയാണ്. ആംഗിൾ A ഈക്വൽസ് 90 ഡിഗ്രി. മറ്റ് രണ്ട് ചെറിയ ആംഗിൾസ് ഇത് B നമുക്ക് X എന്ന് എടുക്കാം. ആംഗിൾ B ഈക്വൽ ടു X. അങ്ങനെയാണെങ്കിൽ ആംഗിൾ C എത്രയായിരിക്കും നമുക്കറിയാമല്ലോ. ഒരു ട്രയാങ്കിളിനകത്തെ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ C കണ്ടുപിടിക്കാൻ 180 മൈനസ് 90 പ്ലസ് എക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ 180 മൈനസ് ഈ ബ്രാക്കറ്റിനുള്ളിൽ കയറുമ്പോൾ -90 മൈനസ് എക്സ്. 180 മൈനസ് 90 മൈനസ് എക്സ് എന്ന് കിട്ടും. ആംഗിൾ സി 90 മൈനസ് എക്സ്. അപ്പോൾ സ്മോൾ ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾ ബിയും ആംഗിൾ സിയും ആണ്. ഈ സ്മോൾ ആംഗിൾസിൻ്റെ ഡിഫറൻസ് ആണ് 20 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആംഗിൾ ബിയും ആംഗിൾ സിയും തമ്മിലുള്ള ഡിഫറൻസ് 20 ആണ്. ആംഗിൾ ബി എക്സ് ആണ്, മൈനസ് ആംഗിൾ സി 90 മൈനസ് എക്സ് ആകുന്നു, ഈക്വൽ ടു 20. എക്സ് മൈനസ് 90 മൈനസ് അകത്ത് കയറുമ്പോൾ -90 മൈനസ് പ്ലസ് ആകുന്നു, എക്സ് പ്ലസ് ആകുന്നു, ഈക്വൽ ടു 20. എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു 20 മൈനസ് 90 പ്ലസ് 20 110. 2x ഈക്വൽ ടു 110, എക്സ് ഈക്വൽ ടു 110 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 55 ഡിഗ്രി. അതായത് എക്സ് എന്ന് എടുത്തിരിക്കുന്നത് ഏതാണ്? നമ്മൾ ആംഗിൾ ബി ആണ്. ആംഗിൾ ബി 55 ഡിഗ്രി ആകുന്നു. ആംഗിൾ സി എന്ന് പറയുന്നത് 90 മൈനസ് 55 ആണ്. 90 മൈനസ് 55 എത്രയാ? 35 ഡിഗ്രി. Second question, when a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller is divided by the larger, the quotient and the remainder are still both 2. What are the numbers? ലാർജർ നമ്പറിനെ ഒരു സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റും റിമൈൻഡറും 2 ആണ്. ഈ സ്മോളർ നമ്പറിൻ്റെ 5 ഇരട്ടിയെ ലാർജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും കോഷ്യൻറ്റും റിമൈൻഡറും 2 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ലാർജർ നമ്പർ നമുക്ക് എക്സ് എന്ന് എടുക്കാം, സ്മോളർ നമ്പർ വൈ എന്നും എടുക്കാം. ഈ ലാർജർ നമ്പറിനെയാണ് സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് എക്സിനെയാണ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എക്സിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡറും കോഷ്യൻറ്റും റിമൈൻഡറും 2 തന്നെയാണ്. നമുക്കറിയാലോ, ഇപ്പോൾ ഒരു 11നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 5 to 10. ഇവിടെ റിമൈൻഡർ 1 ആണ്, കോഷ്യൻ്റ് 5 ആണ്, ഡിവൈസർ 2 ആണ്. അപ്പോൾ ഈ 11 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 5 × 2 + 1 ആണ്. അതായത് കോഷ്യൻറ്റും ഡിവൈസറും കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. 5 × 2 10, 10 + 1 11. അപ്പോൾ ആ മെത്തേഡിൽ നമുക്ക് ഇവിടെ എക്സ് എങ്ങനെ എഴുതാൻ സാധിക്കും? എക്സ് ഈക്വൽ ടു 2 × y + 2. അതായത് 2y + 2 ആണ് എക്സ്. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2, ഇക്വേഷൻ നമ്പർ 1. അടുത്ത കാര്യം പറഞ്ഞേക്കുന്നത് വെൻ 5 ടൈംസ് ദ സ്മോളർ നമ്പർ. ഇത് പറഞ്ഞേക്കുന്നത് 5 ടൈംസ് ദ സ്മോളർ. 5 ടൈംസ് ദ സ്മോളർ എന്ന് പറയുമ്പോൾ സ്മോളർ നമ്പർ y ആണ്. അപ്പോൾ 5 ടൈംസ് ദ സ്മോളർ 5y. അതിനെ ലാർജർ നമ്പറോട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോഴും റിമൈൻഡറും കോഷ്യൻറ്റും റിമൈൻഡറും എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 5y എങ്ങനെ എഴുതാം? 5y ഈക്വൽ ടു 2x + 2. അപ്പോൾ ഈ 5y നമുക്ക് ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2x - 5y ഈക്വൽ ടു -2, ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ x - 2y ഈക്വൽ ടു 2, ഇവിടെ 2x - 5y ഈക്വൽ ടു -2. ഇവിടെ എക്സിൻ്റെ വേരിയബിളും സെയിം അല്ല, വൈയുടെ വേരിയബിളും സെയിം അല്ല. ഇപ്പോൾ ഇവിടെ എക്സ്, ഇവിടെ 2x. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് 2x കൊണ്ടുവരാൻ സാധിക്കും. ഈ ഇക്വേഷനെ 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4y ഈക്വൽ ടു 2 × 2 4. അടുത്തൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇക്വേഷൻ 2 കൂടി നമുക്ക് താഴേക്ക് എഴുതാം, ഈക്വൽ ടു -2. ഇനി നോക്കുമ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾ സെയിം ആയിട്ട് കിട്ടി, 2x. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയാൻ ഇക്വേഷൻ 3യും 2യും കൂടി മൈനസ് ചെയ്താൽ മതിയാകും. ഇക്വേഷൻ 3 - 2 എന്ന് പറയുമ്പോൾ 2x - 2x ക്യാൻസലായി പോവും. then -4y -5y ഈക്വൽ ടു 4 - -2 എന്ന് വരും. -4y
പ്ലസ് 5y ഈക്വൽ ടു 4+2 ആകും. 4+2. ഇതിൻ്റെ ആൻസർ വൈ ഈക്വൽ ടു 6. വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? വൈ എന്ന് പറയുന്നത് സ്മോളർ നമ്പർ ആയിരുന്നു. അപ്പോൾ സ്മോളർ നമ്പർ എത്രയാണ്? 6 ആണ്. ലാർജർ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എക്സ് കണ്ടുപിടിക്കുക. എക്സ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഫോർമുല ചൂസ് ചെയ്യുക. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. എക്സ് മൈനസ് 2y എന്ന് പറയുമ്പോൾ 2 × 6 12 ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 + 12 14. അതായത് ലാർജർ നമ്പർ 14. ലാർജർ നമ്പർ എത്രയാണ്? 14 ആണ്. Question. The sum of the digits of a 2-digit number is 11. The number got by interchanging the digits 27 more than the original number. What is the number? ഒരു 2-digit നമ്പർ ഉണ്ട്. അതിൻ്റെ ഡിജിറ്റുകളുടെ സം 11 ആണ്. ഇനി ഈ നമ്പറിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറിനേക്കാളും 27 കൂടുതലാണ്. അപ്പോൾ നമുക്ക് XY ആയിട്ട് എന്താണെന്ന് എടുക്കാം. XY ആണ് ആ നമ്പറെങ്കിൽ ഡിജിറ്റുകളുടെ സം എത്രയാകും? X+Y ആണ് ഡിജിറ്റ് സം എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു നമ്പർ 86 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 86നെ എങ്ങനെ എഴുതാം? 6 വൺസിൻ്റെ പ്ലേസിലും 8 ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ നമ്മൾ 86 എങ്ങനെ എഴുതുന്നത്? വൺസും ടെൻസും. അപ്പോൾ 10 × 8 + 6 എന്നാണ് എഴുതുന്നത്. അപ്പോഴാണ് നമുക്ക് 80 + 6 86 എന്ന് എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ XY ആണ് 2 ഡിജിറ്റ് നമ്പർ എങ്കിൽ അതിന് നമ്മൾ ഒറിജിനൽ നമ്പർ എങ്ങനെയാണ് എഴുതുന്നത്? ഒറിജിനൽ നമ്പർ എങ്ങനെയാണ്? 10 × x + y അല്ലേ? 10x + y. 10x + y. ഇനി ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്താലോ? ഡിജിറ്റുകൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന നമ്പർ എത്രയാണ്? ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന നമ്പർ എങ്ങനെ? എക്സിൻ്റെ പ്ലേസിൽ y വരും, വൈയുടെ പ്ലേസിൽ x വരും. 10y + x. ഇനി പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ്, അതായത് ഈ നമ്പർ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. 10y + x എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പർ ഏതാണ്? 10x + y. 10x + y-യേക്കാളും 27 കൂടുതലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സുകളെല്ലാം എക്സും വൈയും ഒരു സൈഡിലും നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലും ആക്കുക. അപ്പോൾ ഇവിടെ 10y + x ഉണ്ട്. ഇപ്പുറത്തുനിന്ന് 10x വരുമ്പോൾ -10x + y ഇവിടെ വരുമ്പോൾ -y = 27. ഇപ്പോൾ എക്സുകളാകുമ്പോൾ x - 10x - 9x 10y - y + 9y = 27. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഇതിലെല്ലാം 9 കോമൺ ആയിട്ടുണ്ടല്ലേ. 9 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റാൻ വേണ്ടി 9നെ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ -x, 9y ഡിവൈഡ് ചെയ്താൽ y, 27നെ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3. ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 നമുക്ക് അതിനടുത്ത് എഴുതാം. x + y = 11 = 1. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഒരേപോലുള്ള വേരിയബിൾ ഉണ്ട്, ഓപ്പോസിറ്റ് സൈനിലും ഉണ്ട്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. ഇക്വേഷൻ 2 + ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഇത് ക്യാൻസലായി പോകുന്നുണ്ട്. y + y 2y, 11 + 3 ആകുന്നു. 2y = 14, y = 14 / 2 7 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടാം. എക്സ് കണ്ടുപിടിക്കാൻ അത് x + y 11 ആണെങ്കിൽ x = എത്രയാണ്? 11 - y 11 - 7 4. അപ്പോൾ നമ്മുടെ നമ്പർ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 47. Question. The price of 17 trophies and 16 medals is 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? 17 ട്രോഫിയുടെയും 16 മെഡലിൻ്റെയും വില 2,180 രൂപയും 16 ട്രോഫികളുടെയും 17 മെഡലുകളുടെയും വില 2,110 രൂപയുമാണെങ്കിൽ ഓരോന്നിൻ്റെയും വില എത്രയെന്നാണ് ചോദ്യം. നമുക്ക് ട്രോഫിയുടെ വില x എന്നും പ്രൈസ് ഓഫ് എ ട്രോഫി എക്സ് എന്നും അതുപോലെ പ്രൈസ് ഓഫ് എ മെഡൽ നമുക്ക് y എന്നും എടുക്കാം. പ്രൈസ് ഓഫ് എ മെഡൽ y. അങ്ങനെയാണെങ്കിൽ 17 ട്രോഫിയാണ്, അപ്പോൾ 17x. പിന്നെ 16 മെഡലും 17x + 16y = 2,180 അല്ലേ. അതുപോലെ പ്രൈസ് ഓഫ് 16 ട്രോഫീസ്, അപ്പോൾ 16x + 17y = 2,110. 2 ഇക്വേഷൻസ് കിട്ടി. പക്ഷേ ഈ 2 ഇക്വേഷനിലും എക്സും വൈയും സെയിം ആയിട്ട് വരുന്നില്ല. അപ്പോൾ സെയിം ആക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? 17 കൊണ്ട് ഇക്വേഷൻ 2നെയും 16 കൊണ്ട് ഇക്വേഷൻ 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 17 × ഇക്വേഷൻ 2 ഇംപ്ലൈസ് 17 × 16
272x പ്ലസ് 17 ഇൻറ്റു 17 എത്രയാണ്? 289 ഈക്വൽ ടു 17 ഇൻറ്റു 2110 35,870. ഇനി 16 കൊണ്ട് ഇക്വേഷൻ 1 ഇൻറ്റു ചെയ്യുക. 16 ഇൻറ്റു ഇക്വേഷൻ 1 16 ഇൻറ്റു ഇക്വേഷൻ 1 16 ഇൻറ്റു 17 272x 16 ഇൻറ്റു 16 256y 16 ഇൻറ്റു 2118 എന്ന് പറയുന്നത് 34,880. പുതിയ ഇക്വേഷൻസ് കിട്ടി 3ഉം 4ഉം. ഇപ്പോൾ നമുക്ക് നോക്കി എക്സിൻ്റെ വേരിയബിൾ ഒരുപോലെ ആയില്ലേ. ഇനി നമുക്ക് അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാം? ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4. അപ്പോൾ 272x മൈനസ് 272x ക്യാൻസലായി പോകുന്നു. അടുത്ത ബാക്കിയോട്ടുള്ളത് 289y മൈനസ് 256y ഈക്വൽ ടു 35,870 മൈനസ് 34,880. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 33y എന്ന് കിട്ടും. ഇതിന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 990 എന്ന് കിട്ടും. y ഈക്വൽ ടു 990 ഡിവൈഡഡ് ബൈ 33. അതായത് വൈയുടെ വാല്യൂ 30 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 17x പ്ലസ് 16y ഈക്വൽ ടു 2180. 17x പ്ലസ് 16y വൈയുടെ വാല്യൂ 30 ഈക്വൽ ടു 2180. 17x പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 480 ഈസ് ഈക്വൽ ടു 2180. 17x ഈക്വൽ ടു 2180 മൈനസ് 480 ഈക്വൽ ടു 1700. 17x ഈക്വൽ 1700. x ഈക്വൽസ് ഡിവൈഡഡ് ബൈ 70 ഈക്വൽ ടു 100. എക്സിൻ്റെ വാല്യൂ 100. എക്സ് എന്തായിട്ടാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത്? എക്സ് നമ്മൾ ട്രോഫിയുടെ വില. അപ്പോൾ ട്രോഫിക്ക് എത്ര രൂപയാണ്? ട്രോഫിക്ക് 100 രൂപയും മെഡലിന് 30 രൂപയും.